അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാറിനെ പറ്റുന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ 390 കുറിച്ചാണ്. ഈ 390 വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സെൻ കാർബൺ എടുത്തിട്ട് 1 ഇയർ ആവാൻ. അപ്പോൾ സെൻ കാർബൺ എടുത്തിട്ട് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈഡിലും ബാക്കിലായിട്ട് 390 ഇങ്ങനെ കാണുന്നവരുണ്ടാവും. അപ്പോൾ അന്നേരം കുറേ പേര് ചോദിക്കും 390 ഏത് മോഡലാണ്, അതിൽ ചെയ്ത വർക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും കുറേ പേര് അറിയുന്നവർ എൻ്റെ ഇൻസ്റ്റയിൽ DM ചെയ്യാറുണ്ട് ഇത് കൊടുത്തോ എന്ന് ചോദിച്ചിട്ട്. കാരണം എൻ്റെ പക്ക ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 390 ആണ്. കാരണം എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് റീച്ച് ആയതോ അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് കയറിയതൊക്കെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ 390 ആണ്, അല്ലാതെ കാർബണല്ല. കാർബൺ എടുത്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുമല്ല, ഇതിന് മുന്നേ എനിക്കൊരു BS4 ഡ്യൂക്ക് 200 ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എന്താ പറയുക, ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ KTMൻ്റെ ബൈക്ക് ഇറങ്ങിയാൽ ഒന്ന് ഡ്യൂക്ക് 200 ആയിരുന്നു, BS4. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് ഡ്യൂക്ക് 200 BS4 ആണ്. അപ്പോൾ അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് 390 അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡ്യൂക്ക് 200 നമ്മൾ എന്താ പറയുക ഈ അതേ കളർ സ്കീം തന്നെ ചെയ്തത്. അതിനു മുന്നേ ഞാൻ 390 ചെയ്ത കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞുതരാം. Lonely in space, I've made up my mind, I just wanna be free. I live my own life in. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 390 എടുത്തത് 3.8 കൊടുത്തിട്ടാണ് നമ്മൾ BS6 390 എടുത്തത്. അപ്പോൾ നമ്മൾ BS4 390 എടുക്കാമെന്നുള്ള രീതിക്ക് നിന്നതാണ്. അപ്പോൾ എന്നാലും എൻ്റെ വീട്ടിലെന്തായാലും ഈ സെക്കൻഡ്സ് എടുക്കുന്നതിനെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല, അതുകൊണ്ടാണ് ഫ്രഷ് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് 3.8 കൊടുത്ത് നമ്മൾ വൈറ്റ് ആയിരുന്നു, സെറാമിക് വൈറ്റ് എന്ന് പറഞ്ഞ കളർ സ്കീമായിരുന്നു എടുത്തത്. അപ്പോൾ അതിന് പിന്നെ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയൊരു കളർ എന്ന് പറയുന്നത് സെറാമിക് വൈറ്റ് ആണ്. അപ്പോൾ അതെടുത്തു. ഓൾമോസ്റ്റ് 3 months ഞാൻ സ്റ്റോക്കാക്കി ഓടിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പറയുക ഡ്യൂക്ക് 200 റെഡ് തന്നെയാണ് കളർ സ്കീം ചെയ്തത്. അപ്പോൾ അത് ക്രോം റെഡ് എന്ന് പറഞ്ഞ കളറിലാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇതും ആ ഒരു കളർ സ്കീം തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം ഈ ക്രോം എന്ന് പറഞ്ഞ സാധനം റാപ്പ് കിട്ടാനേ ഇല്ല. ക്രോം റെഡ് നല്ല ക്വാളിറ്റി സാധനം കിട്ടാനില്ല. അപ്പോൾ ഈ ക്രോം റെഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടാത്തതുകൊണ്ട് ഒന്നാമത് വെച്ചാൽ കിട്ടും, ബട്ട് ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 200 പോലെ ഇതിലൊക്കെ ഈ വളച്ച് ഒട്ടിക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പീസായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തി കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ഷൈനിങ് തന്നെ കിട്ടുന്ന രീതിയിലുള്ള റെഡ് വേണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ക്യാൻഡി റെഡ് എന്ന് പറഞ്ഞ ഒരു കളർ സ്കീം ഞാൻ കണ്ടു. ക്യാൻഡി റെഡ് അപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക അതിനൊരു പിങ്ക് ഷെയ്ഡ് അടിക്കും ക്യാൻഡി റെഡ് കുറച്ച് കോസ്റ്റ്ലി പെയിൻ്റാണ്. ബട്ട് എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെയിൻറ്റിങ് ഷോപ്പ് തന്നെ പറഞ്ഞ് ഞാൻ വേറൊരു റെഡ് ഇറക്കിയത്. ഈ ഒരു റെഡ് ഇത് അത്യാവശ്യം നല്ല ഷൈനിങ്ങും ഉണ്ട്. എന്താ പറയുക ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട്. അത്യാവശ്യം വണ്ടി കഴുകിയിട്ടൊക്കെ ഓൾമോസ്റ്റ് ഒരു 2-3 മാസമൊക്കെ ആയി. കാരണം വണ്ടി എടുക്കാറോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാം EVയിലാണ്. അതുകൊണ്ട് പിന്നെ കാറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇത് എടുക്കാറേ ഇല്ല. എന്നാലും നമ്മളെ ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല ഒരു വണ്ടീനോടുള്ള ആ ഒറ്റ കാരണത്തിൽ കൊടുക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ റെഡ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി പെയിൻ്റാണ്. നോർമൽ ക്യാൻഡി റെഡിൽ ആ പിങ്ക് ഷെയ്ഡൊന്നും അടിക്കില്ല. ഒരു എന്താ പറയുക നല്ല ഗ്ലോസി ആയിട്ട് നമ്മളെ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വരുത്ത ചേഞ്ചസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ വണ്ടി എടുത്തൊരു 3 months ഓടിച്ചതിന് ശേഷം ഞാൻ ഫസ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ ഉള്ള പ്ലാൻ കണ്ടു. അപ്പോൾ കളർ ചേഞ്ച് ചെയ്തു. റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ സ്കീമാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളെ വർക്ക് മൊത്തം ചെയ്തത് ബൈക്കിൻ്റെ വർക്ക് മൊത്തം ചെയ്യുന്നത് അപ്പ് ഡൗൺ ഗാരേജിലാണ്. അപ്പോൾ അവിടുന്ന് നേരെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോലോഗിൻ്റെ സ്ട്രീറ്റ് X3 എന്ന് പറഞ്ഞ കിറ്റ്, ഇതിൻ്റെ കുറേ കോപ്പി കിറ്റ്സ് ഇറങ്ങുന്നുണ്ട്. അതൊന്നും പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ നമുക്ക് വണ്ടിയുടെ വർക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ ഈ ബോഡി കിറ്റിനേക്കാൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ ആഫ്റ്റർ മാർക്കറ്റ് കോപ്പി പ്രൊഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി കിട്ടില്ല. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഗ്രാബ് ഇത് BS6 ആണ്. നമ്മളിത് BS4ൻ്റെ ഗ്രാബാണ്. ഇത് അവർ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു
ബ്രേക്ക് ലൈറ്റിന് പ്രൊട്ടക്ഷൻ വരുന്ന രീതിക്ക് ഒരു ഗ്രാബായിരുന്നു കൊടുത്തത്. അപ്പോൾ അത് ബ്രേക്കായി പോകുന്നതുകൊണ്ടാണ് ആ ഒരു ഗ്രാബ് കൊടുത്തത്. അപ്പോൾ ഇതാണ് അത്യാവശ്യം കാണാൻ ലുക്ക് എന്ന് പറയുന്നതാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇത് കൊടുത്തത്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സോസ്റ്റ് സൈഡാണ്. എക്സോസ്റ്റ് നമ്മൾക്ക് ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ BS4 ആണെന്ന് തോന്നുന്നു, ബട്ട് ഇത് BS6 ആണ്. ഇതിൻ്റെ എക്സോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ തൊട്ടിട്ടുള്ള മൊത്തം പൈപ്പ് എങ്ങനെയാണോ BS4 ഉള്ളത്, സ്റ്റോക്ക് BS4 അതുപോലെ ആക്കിയിട്ടുണ്ട്, ഫുൾ പൈപ്പ് അടക്കം. ഇതിൻ്റെ BS4 ഡ്യൂക്ക് 390ൻ്റെ മെയിൻ ഒരു സാധനം എന്ന് പറയുന്നത് ഇതല്ല, ഈ ഒരു കൺവേർട്ടറാണ്. കാരണം നമ്മളെ BS6ലേക്ക് വരുമ്പോൾ പൈപ്പ് വരുന്നത് അടിയിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതൊരു 390cc അത്രയും പവറായിട്ടുള്ളൊരു വണ്ടിയായതുകൊണ്ട് തന്നെ ഒരു 20 കിലോമീറ്റേഴ്സ് എല്ലാം കവർ ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഹീറ്റാകാൻ തുടങ്ങും. ഹീറ്റായിക്കുമ്പോൾ നല്ല രീതിക്ക് എന്താ പറയുക ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ ഈ ഒരു സൈഡിലടിക്കും. അപ്പോൾ അത് അടിയിലോട്ട് കൊടുത്തതുകൊണ്ട് അത് സോൾവ് ചെയ്തിരുന്നു. പിന്നെ എൻജിൻ നോയ്സ് എന്ന് പറഞ്ഞ സാധനമില്ല BS6-ന്, പക്കാ സ്മൂത്തായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്കൊരു സൗണ്ടില്ല, എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊരു സൗണ്ട് വരില്ല. പിന്നെ ഉള്ളത് അടിയിലൂട്ടിയ പൈപ്പ് വരുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്ത് BS4 എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെടുക്കുമ്പോൾ ഈ ഒരു സാധനം ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അത്രയും ഡിമാൻഡായിരുന്നു. കാരണം കിട്ടാനില്ല സാധനം. BS4 ഡ്യൂക്ക് 390ക്ക് വരുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇത് കിട്ടാനില്ല. ഇതിൻ്റെ സൗണ്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേറെ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നല്ലൊരു സൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എക്സോസിൻ്റെ. അപ്പോൾ ഇത് കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ വൈഡായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. BS6-ന്ന് BS4ലേക്ക് കൺവേർട്ട് ചെയ്യാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ സാധനം എന്താ പറയുക 5 വർഷം മുന്നേ എൻ്റെ ഈ ഡ്യൂക്ക് 200 BS4 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫുൾ സിസ്റ്റം BS4 ഡ്യൂക്ക് 390 ഫുൾ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ BS4ൻ്റെ എക്സോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ DB കട്ട് ചെയ്തതാണ്. അതിന് സൗണ്ട് വേണ്ടിക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൗണ്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എൻജിൻ ഓയിലിൻ്റെ ആണ്. നല്ല എന്താ പറയുക നമ്മളെ പെട്രോളൊക്കെ തീരുന്ന ഓയിലാണ് ഇതിൻ്റെ എൻജിൻ ഓയിൽ തീരുന്നത്. അപ്പം നല്ല ഓയിൽ തന്നെ യൂസ് ചെയ്യുക ഇത് മേടിച്ച് ഉപയോഗിക്കുന്നവർ. കാരണം ഈ 390 എടുക്കണം എന്ന് വിചാരിച്ച് ഓടി നടക്കുന്നവർ കുറേ പേരുണ്ട്. പോയി എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, നല്ല പണി കിട്ടും. പിന്നെ ഇതിൽ വരുത്തിയ ചേഞ്ചസ് എന്ന് പറയുന്നത് DRL-ആണ്. DRL ഇപ്പം കാണുമോയെന്നറിയില്ല. ഇപ്പോൾ RGB DRL ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആപ്പ് കൺട്രോൾഡാണ്. ആപ്പ് കൺട്രോളിൽ ഏത് കളർ വണ്ടിക്കിലാക്കാം, എല്ലാ കളേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ മ്യൂസിക്കിനൊക്കെ ആയിട്ട് അതിൻ്റെ ആ റണ്ണിങ് സാധനമൊക്കെ മാറ്റാം, ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൽ വരുത്തിയ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ BS4 ഡ്യൂക്ക് 390 അല്ല, BS4 RC 390നെ അണ്ടർബെല്ലി ആയിട്ടുണ്ട്, സ്റ്റോക്ക് അണ്ടർബെല്ലി. ഇതും അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനമാണോ ഓർഡർ ചെയ്യുന്നത് ആ ടൈം അതിന് ഡിമാൻഡ് അത്രയ്ക്ക് കൂടുതലായിരിക്കും. അത് എപ്പോഴും ഉണ്ടാകും. ഇതും ഞാൻ എത്രയോ എന്താ പറയുക, ഇത് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് 1800 രൂപക്ക് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 3000 അതിന് മുകളിലൊക്കെ പ്രൈസ് കൊടുത്തിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയതാണിത്. പിന്നെ നമ്മൾ സൈഡ് പാനലൊക്കെ നമ്മൾ കാർബൺ ഫൈബർ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു റെഡിൽ ഇത്രയും അട്രാക്ഷൻ തോന്നാൻ കാരണം ഈ ഒരു റാപ്പുള്ളതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റെഡ് മാത്രമാണ് അത്യാവശ്യം ഒരു രസം ഉണ്ടാവില്ല. ഇത് നമ്മൾ കണ്ണൂരിൽ നിന്ന് റാപ്പ് ചെയ്തതാണ്. ഫാസ്റ്റ് ട്രാക്ക് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് റാപ്പ് ചെയ്തതാണ്. പിന്നെയുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ടയേഴ്സാണ്. ടയേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടയേഴ്സാണ് മിഷ്ലിൻ്റെ റോഡ് 5. ഈ റോഡ് 5 ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, എൻ്റെ ഡ്യൂക്ക് 200 ഞാൻ അന്നേരം ഇറങ്ങിയ ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 15,000 കൊടുത്തിട്ട് പെയർ വാങ്ങിച്ചതാണ്. അത് ഓൾമോസ്റ്റ് 20,000. അത് അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എല്ലാവരും റിവ്യൂ ഇട്ട പ്രകാരമാണ് ഇത് അത്യാവശ്യം സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സാണ്. അത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റില്ല. ബട്ട് അത്
അത്യാവശ്യം 20,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അതിനുശേഷം വണ്ടി സെയിൽ ചെയ്യുമ്പോൾ അത്രയും പൈസയുടെ ഒരു ടയർ അതിലുണ്ട്. ബട്ട് ഇത് കിട്ടുമ്പോൾ MRFൻ്റെ ഒരു എന്താണ് ഊള ടയറാണ് കിട്ടിയത്. ഈ 390ക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തൊരു ടയറത്, ഒരു കാര്യമില്ല. അത് കിട്ടിയതുകൊണ്ട് ഞാൻ ആ ബൈക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് അയച്ചിട്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ MRF പുതിയ ടയർ ഞാൻ എടുത്തിട്ട് ഈ സെയിൽ ചെയ്ത ആൾക്ക് കൊടുക്കുകയും ചെയ്തത്. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടയറാണ്. കാരണം ഇത് എന്താ പറയണ്ടേ, 2CT ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കോമ്പൗണ്ട് ത്രെഡ്, അതായത് സെൻറ്റർ പോർഷൻ ഹാർഡായിരിക്കും. അതേപോലെ തന്നെ കോർണറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡ് പോർഷൻസും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വാട്ടർ ലോക്കിംഗ് ടെക്നോളജി, അങ്ങനത്തെ വെറ്റ് ഗ്രിപ്പ് അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ്. പിന്നെ നമ്മൾ ഈ റെഡ് നമ്മളെ ഈ ഷോക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളെ KTM ബൈക്സിന് ഏറ്റവും കൂടുതൽ ഉള്ളൊരു പ്രശ്നമാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ്. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻറ്റൻസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഇത് പൊട്ടിപ്പോകുന്നൊരു ഇഷ്യൂ ഇപ്പം തന്നെ കണ്ടോ. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നിക്കൊരു ഫ്ലെക്സ് കിക്ക് കൊണ്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കേണ്ടി വരും. ഞാൻ എന്തായാലും ഇതിൻ്റെ കോപ്പി പ്രൊഡക്ട്സ് വാങ്ങിക്കാറില്ല. അതുകൊണ്ട് പിന്നെയുള്ളൊരു എനിക്കൊരു ഓപ്ഷൻ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഈ കുറച്ച് ഹോണ്ടേൻ്റെ സൂപ്പർ ബൈക്സിൽ കണ്ടൊരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അത്യാവശ്യം ലുക്കായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഒരു സാധനം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ജോയിൻ്റോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇത് തട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും പൊട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇതിൻ്റെ ലെങ്ത്ത് കൂടിയ ടൈപ്പും ഉണ്ട്, കുറഞ്ഞതുണ്ട്. ഇത് ഹോണ്ടയുടെ ബേസ് മോഡലായ നമ്മളെ ഹോർനെറ്റിൽ വരെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കാണിച്ചു തരാം. എന്താ ഡേ ടൈം തന്നെ ഈ ഒരു സിംഗിൾ LED ആണെങ്കിൽ ഈ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. അപ്പോൾ KTM ബൈക്സ് യൂസ് ചെയ്യുന്നവർ മാക്സിമം ഇത് പോയിട്ട് വാങ്ങിച്ചോ. കാരണം ഇത് റേറ്റ് കൂടുതലാണ്, ഇതിൻ്റെ ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ പെയറിന് 1000 മേലെ ഉണ്ട്. അപ്പോൾ ആ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു GoProൻ്റെ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം കുറേ ട്രാവലും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾവേസ് എപ്പോഴും ഇത് ഓണായി കിടക്കുന്നതുകൊണ്ട് ആ ഒരു സ്വിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഈ ബ്രേക്ക് അപ്ഗ്രേഡും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. കാരണം 390ക്ക് വരുന്ന അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രേക്കിങ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ലുക്കിന് വേണ്ടിക്കല് ചെയ്യാന്നല്ലാണ്ട് ലുക്കിന് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മളെ വണ്ടീനെ നശിപ്പിക്കുന്ന പോലെ. ഈ ബ്രംബോൻ്റെയൊക്കെ വാങ്ങിച്ചിട്ട് 2500 രൂപയ്ക്ക് ഹൈഡ്രോളിക് ക്ലച്ചും ബ്രേക്കൊന്നും വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, ഉള്ള പെർഫോമൻസ് പോവുകയേ ഉള്ളൂ. അപ്പോൾ അത് എനിക്കത്ര ഓക്കെ അല്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പക്ക എന്താ പറയുക, ഞാൻ അന്നേരം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വന്നാൽ പോലും ഞാൻ സ്പോട്ടിൽ ക്ലിയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതിപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുകയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രകാരം ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ വരുത്തിയ ചേഞ്ചസ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഡ്യൂക്ക് 200 BS4 നമ്മൾ അന്നേരം 2 ടാങ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് RTOൻ്റെ അടുത്ത് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ വർക്കൊക്കെ എല്ലാം ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിൽ ഒരു പെയിൻറ്റിങ് ചെയ്തിരുന്നു, ഒരു ക്യാൻഡി ആപ്പിൾ റെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ക്രോം റെഡ് എന്നുള്ള ഒരു സ്കീമിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ക്രോം റെഡ് ഞാൻ കുറേ തപ്പിയിട്ടാണ് ഞാൻ 2-3 റാപ്പ് ചെയ്തിരുന്നു. ഒന്നും എനിക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അത് പറിച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നല്ലൊരു സ്ഥലത്ത് നിന്ന് തപ്പിപ്പിടിച്ച് റാപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് എന്താ പറയുക, റാപ്പ് ചെയ്യാൻ മാത്രം 2500 റുപ്പീസായി. ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്ക് BS4 ഡ്യൂക്ക് 200 അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചത്. ഇതാണ് ക്രോം റെഡ് വരുന്നത്. എന്താ പറയുക, ഗ്ലാസ് ഫിനിഷാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2-3 ഇയേഴ്സായി വെറുതെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണ്ടിക്കൊന്ന് DM ചെയ്താൽ ഞാൻ Instagram ID ഞാൻ താഴെ കാണിച്ചു തരാം, അതിലോട്ട് DM ചെയ്താൽ മതി. ഇതിപ്പോൾ കഴുകാത്തതുകൊണ്ടാണ് ഇത് അവിടെയൊക്കെ പൊടിയുള്ളത്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ അതിൽ DM ചെയ്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ആ ടൈമിൽ നമുക്ക് നമ്മളിതുണ്ടോ ഒരു മെഡിക്കൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്ത് നമ്മളെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഈ വണ്ടി മെയിനായിട്ട് ഈ സൈഡായി പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു പോലീസ് കേസ് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ ഇപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിലെ വീഡിയോസൊക്കെ പോലീസിന് അയച്ചു കൊടുക്കും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയിട്ട് വന്ന് വണ്ടി കൊണ്ടുപോയി ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് 3 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് അങ്ങനെ പിന്നെ വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിനുശേഷം ഇവിടെ ഇട്ടെടുത്ത കാരണം ഇതെടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി. 3 ഇയേഴ്സായിട്ട് 1 ഇയർ മാത്രം ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 14,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു 1 ഇയർ കൊണ്ട്. അപ്പോൾ അന്നേരം യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഇവിടെ വെറുതെ വെച്ചതാണ്, പിന്നെ യൂസ് ചെയ്തിട്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്തിനെപ്പറ്റി വേണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.